സമയം 8 മണി വോട്ടെണ്ണൽ തുടങ്ങുകയാണ്. സംസ്ഥാനത്ത് 73.69% പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ തുടങ്ങി. അല്പസമയത്തിനകം ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. പതുപോലെ ആദ്യം തപാൽ വോട്ടുകൾ, ഒപ്പം EVM മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാൻ പോവുകയാണ്. 8 മണി പിന്നിടുന്നു. വോട്ടെണ്ണൽ തുടങ്ങിയെന്ന അതിപ്രധാനമായ വിവരം. 3 രാഷ്ട്രീയ മുന്നണികളെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി ഇതാ വരാൻ പോകുന്നു. അത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ജനവിധിയാണ്. സ്ഥാപനങ്ങളിലെ വോട്ടെണ്ണൽ എണ്ണി തുടങ്ങി. കൊച്ചി കോർപ്പറേഷനിലെ 1 മുതൽ 5 വരെ ഡിവിഷനുകളിലെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ ഫലസൂചന ഇതാ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ വരും. നോക്കണം, തദ്ദേശ ഡിവിഷനുകളിൽ വോട്ടുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് കണ്ണ് ചിമ്മി ഒന്ന് സ്ക്രീനിലേക്ക് നോക്കുന്നതിനിടയ്ക്ക് കാര്യങ്ങൾ മാറി മറിയും. കൊച്ചി കോർപ്പറേഷനിലെ 1 മുതൽ 5 വരെയുള്ള ഡിവിഷനുകളിലെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുന്നു. ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുകയാണ്. സംസ്ഥാനത്തെ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു മുനിസിപ്പാലിറ്റിയിലും ഒരു പഞ്ചായത്തിലും കണ്ണൂർ ജില്ലയിൽ ലീഡ് ചെയ്യുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ എറണാകുളത്ത് ഒരിടത്ത് മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നു, ഒരിടത്ത് UDF ലീഡ് ചെയ്യുന്നു, ഒരിടത്ത് NDA ലീഡ് ചെയ്യുന്നു. ഫലസൂചനകൾ വേഗത്തിൽ വരുന്നു. എറണാകുളത്ത് ഒരിടത്ത് മുനിസിപ്പാലിറ്റിയിൽ NDA, ഒരിടത്ത് UDF, ഒരിടത്ത് മറ്റുള്ളവർ എന്ന കണക്കാണ് ആദ്യം എറണാകുളത്തിന്റെ കൗണ്ടിൽ വരുന്നത്. മുനിസിപ്പാലിറ്റികളിൽ 5 ഇടത്ത് 3240 മുനിസിപ്പാലിറ്റികളിൽ 5 ഇടത്ത് LDFന് ലീഡ് നില പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കണക്കുകൾ മാറി തുടങ്ങുന്നത് എന്നുള്ളതാണ്. കൊച്ചി കോർപ്പറേഷൻ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി. 1 മുതൽ 5 ഡിവിഷനുകൾ വരെയുള്ള ഇടത്ത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി എന്നുള്ളതാണ്. സർവീസ് വോട്ടുകൾ സാധാരണഗതിയിൽ പോസ്റ്റൽ വോട്ടുകളൊക്കെ LDFന് അനുകൂലം എന്നുള്ളതൊക്കെയാണ്. വെപ്പ് ഈ സമയത്ത് എങ്ങനെയാണ് എന്നതറിയില്ല. പാലക്കാടും വോട്ടെണ്ണൽ ആരംഭിച്ചു എന്ന വിവരം ഗോകുൽ VS റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഈ നിമിഷങ്ങൾ മുതൽ ആകാംക്ഷ തുടങ്ങുകയാണ്. ആകാംക്ഷയിൽ ആദ്യം തെളിഞ്ഞിരിക്കുന്ന 2 ജില്ലകളിലെ അക്കങ്ങളാണ്. ഒന്ന് എറണാകുളം, ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിൽ മുനിസിപ്പാലിറ്റിയിൽ 5 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. അതിന്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞതാണ്. ഗ്രാമപഞ്ചായത്തിൽ 3 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നതാണ് കണ്ണൂരിലെ ആദ്യത്തെ സ്ഥിതി നമ്മൾ കണ്ടത്. അതേസമയം എറണാകുളത്ത് മറ്റ് ജില്ലകളിൽ ആദ്യമായി ഫലത്തിന്റെ സൂചന വരുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് NDA ഒരിടത്ത് ലീഡ് ചെയ്യുന്നു, UDF ഒരിടത്ത് ലീഡ് ചെയ്യുന്നു, മറ്റുള്ളവർ ഒരുപക്ഷെ 2020 ആകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർ ഒരിടത്ത് ലീഡ് ചെയ്യുന്നു. എന്താണ് ഏറ്റവും ആദ്യം വരുന്ന ഫലസൂചന?